കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു മാർബിൾ കേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ് ശരിക്കും മാർബിൾ കേക്ക്. വളരെ ടേസ്റ്റിയുമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് മൈദ 1 കപ്പ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് അല്പം പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി മാർബിൾ കേക്കിലെ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം കോക്കോ പൗഡർ എടുക്കാം. അതിലേക്ക് അല്പം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അതുപോലെ ഓയിലും അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ച് എടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ പൊടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഴിമുട്ട. നമ്മളിവിടെ 3 കോഴിമുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കോഴിമുട്ട നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ അതിൽ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കരുതി വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതുപോലെ നമ്മുടെ പാൽപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് ഇളക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ ഒരു വശത്തേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാതിരിക്കുക.
അത് നന്നായിട്ട് ഇളക്കി നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം, കാരണം നമ്മൾ വേറൊരു ലെയർ കൂടി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ചോക്ലേറ്റിൻ്റെ ലെയർ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യം വരും, അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചതിലേക്ക് കൊക്കോ പൗഡറും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സർ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മിക്സറുകളിലേക്ക് അല്പം വിനാഗിരി നമ്മൾ ചേർക്കുന്നുണ്ട്. 2 മിക്സറിലും ചേർക്കുന്നുണ്ട്. ഇത് കേക്ക് നന്നായിട്ട് പൊന്തി വരാൻ സഹായിക്കും. കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നേരത്തെ ഇളക്കിയ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇളക്കുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് തേക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ വയ്ക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് A4 ഷീറ്റ് ആയാലും മതി. അതിൽ നന്നായിട്ട് ഓയിൽ തേച്ചതിന് ശേഷം നമുക്കത് ബട്ടർ പേപ്പറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് ലെയറായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ആദ്യത്തെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്കൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് ലെയറായിട്ട് വരുന്നതാണ്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻസ് ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈനുകൾ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കുക്കറിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്ക് കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇത് നമുക്ക് അടച്ച് വെച്ച് ചൂടാക്കിയെടുക്കാം.
ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ വിസിൽ ഉപയോഗിക്കുന്നില്ല. വിസിൽ ഊരിയിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെക്കാൻ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്ക് വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെക്കാം. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ ഒന്നും പൊള്ളാതെ വേണം ഇറക്കി വെക്കാൻ. നമുക്ക് വേണമെങ്കിൽ നൂലിൽ കെട്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഇത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ എന്തായാലും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി വരും. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എവിടെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ശരിക്കും മാർബിൾ കേക്ക്. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.